പെട്രോൾ പമ്പുകളിൽ നിന്ന് ക്യാനുകളിൽ പെട്രോൾ ലഭ്യമാക്കണമെന്ന് ആവശ്യം. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പുകളിൽ നിന്നും ക്യാനുകളിൽ ഇന്ധനം നൽകേണ്ടതില്ലെന്ന കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു. കല്യാണ വീടുകളിലും മറ്റിടങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ ജനറേറ്ററിൽ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ജനറേറ്റർ പ്രവർത്തനരഹിതമാകുന്ന സ്ഥിതിയാണുള്ളത്. ഇതുമൂലം ഉപഭോക്താവും പ്രവർത്തകരും തമ്മിൽ സങ്കീർണ പ്രശ്നങ്ങൾ സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണെന്നും ഇതിന് പരിഹാരം കാണുന്നതിനും ഇന്ധനം കാനുകളിൽ നൽകുന്നതിനുള്ള സൗകര്യം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 500-ൽ പരം പ്രവർത്തകർ പങ്കെടുത്ത നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പുതിയ കോട്ട വഴി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. 5 വീട്ടിൽ നിന്ന് ടൂ വീലർ എടുത്തുകൊണ്ട് എന്തോ കാരണം കൊണ്ട് പെട്രോൾ അടിക്കാൻ മറന്നുപോയി. 2 കിലോമീറ്റർ പോയപ്പോൾ വണ്ടി നിന്നു. എങ്ങനെ പോകും? ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും. ഇത് ഏതെങ്കിലും സർക്കാർ എടുത്തു വെച്ച വിനയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കേട്ടോ. ഇത് 1980-ൽ വന്ന നിയമം ഇപ്പോൾ പുനരുദ്ധരിപ്പിക്കുക. കാരണം എന്താ? കാരണം ലോകത്തെ ആകെ ത്രസിപ്പിക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ ഭാഗമായി പെട്രോളിനും ഡീസലിനും എല്ലാം വല്ലാത്ത ഇത് വരുന്നു. അത് വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പെട്രോൾ ചെലവ് കുറക്കുക, അല്ലെങ്കിൽ ഡീസലിന് ചെലവ് കൊടുക്കുക. അത് ന്യായമാണ്. ആ ന്യായം ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? നമുക്ക് ദൈനംദിനമായി ജീവിക്കണ്ടേ? നമ്മളിപ്പോ രാത്രി ഒരു പരിപാടി ഏറ്റെടുത്തു. ആ പരിപാടി സ്ഥലത്ത് പെട്രോൾ ജനറേറ്റർ ഫുള്ളാക്കി കൊണ്ടുപോയി. അവിടെ എത്തി 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ജനറേറ്ററിൽ നിന്നാൽ പകരം പെട്രോൾ ഉണ്ടോ? പകരം സംവിധാനമുണ്ടോ? ആർക്ക് അടിയിട്ടുക? ഇതെല്ലാം സംവിധാനം ഒരുക്കിയ പന്തലാരെ സംബന്ധിച്ചിടത്തോളം ദയനീയമാണ് ഈ അവസ്ഥ. കേരളത്തിലെ പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പന്തൽ കെട്ടാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ലൈറ്റ് ആൻഡ് സൗണ്ട് കെട്ടാൻ മാത്രമല്ല, ഞങ്ങൾക്ക് സമരവും അറിയാം. ആ സമരത്തിന്റെ ഭാഗമായിട്ട് സമരം. ഒരു കാര്യം ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭരണാധികാരിയുടെ പൂജ നോക്കി ഞങ്ങൾക്ക് വളരെ വിനയപുരസരം പറയാനുള്ളത്, കേരളത്തിലെ പന്തലുകാരുടെ, ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ അഭിമാന സ്തംഭമായി ഉയർന്നു വന്നിട്ടുള്ള ഈ തൂവള്ളക്കൊടിയില്ലേ, ആ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് ഭരണാധികാരി തീരുമാനവും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തിൽ ഇടപെട്ട് അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാണാത്ത പക്ഷം സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് K. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KV ഷിബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാധാകൃഷ്ണൻ ചിത്ര, ജില്ലാ ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ SS ഹംസ, ജലാൽ അബ്ദുള്ള, സുരേഷ് വെള്ളിക്കോത്ത്, നാസർ മുനമ്പം, ജില്ലാ സെക്രട്ടറിമാരായ അഷ്റഫ് വെളിഞ്ച, സുനിൽ മാലക്കല്ല്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K. സുരേന്ദ്രൻ, ബാലൻ ബളാംതോട്, അജേഷ് റാവു, ബാലകൃഷ്ണൻ ശക്തി, K. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.